വെൽക്കം ടു എഹ്ലാസ് ട്യൂഷൻ. ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള സിലബസ് എസെൻഷ്യൽസ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലെ ആക്റ്റീവ് ആൻഡ് പാസീവ് ഡിവൈസസ്, LED വർക്കിംഗ് ആൻഡ് ആപ്ലിക്കേഷൻ, പവർ സപ്ലൈ, SMPS, SMD, switches. First topic, active and passive electronic components. Electronic components ലെ രണ്ട് ക്ലാസ്സസ് ആണ് ആക്റ്റീവും പാസീവും. ഈ രണ്ട് ക്ലാസ്സസിൽ വരുന്ന കോമ്പണൻസ് ഒക്കെ ഡിഫറെൻ്റ് ആണ്. നമുക്കിനി അതിനെക്കുറിച്ച് പഠിക്കാം. Active electronic components are those that can control the flow of electricity. Different types of printed circuit board have at least one active components. Some example of active electronic components are transistor, vacuum tube, silicon controlled rectifier. Active electronic components ന് കറണ്ടിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ട്. നമ്മളൊരു PCB എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഏതെങ്കിലും ഒരു ആക്റ്റീവ് ഡിവൈസസ് കാണും. ആക്റ്റീവ് ഡിവൈസസിന് എക്സാമ്പിൾ ആണ് ട്രാൻസിസ്റ്റർ, മോസ്ഫെറ്റ്, ആംപ്ലിഫയർ, ലോജിക് ഗേറ്റ്സ്. ഇതൊക്കെ ആക്റ്റീവ് ഡിവൈസസിന് എക്സാമ്പിൾ ആണ്. Passive electronic components are those that don't have the ability to control electric current by means of another electric signal. Passive electronic components ന് കറണ്ടിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവൊന്നുമില്ല. അവർ കറണ്ടിനെ പാസ് ചെയ്യും. ആ ഒരു കഴിവ് മാത്രമേ അവർക്കുള്ളൂ. Passive electronic devices ന് എക്സാമ്പിൾ ആണ് capacitor, resistor, inductor, transformer and some diodes. This can either through Hall or SMD components. ഇത് നമുക്ക് PCBയിൽ ഹോൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ SMD കോമ്പണൻസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ പാസീവ് ഇലക്ട്രോണിക് കോമ്പണൻസിന് എക്സാമ്പിൾ ആണ് റെസിസ്റ്റർ, കപ്പാസിറ്റർ, സെൻസർ, ഇൻഡക്ടർ എന്നിവ. അടുത്ത ടോപ്പിക് LED. എന്താണ് LED? LED is a light emitting diode. It's a semiconductor device. It has polarity. ഇതൊരു LED ആണ്. ഇതിന് പൊളാരിറ്റി ഉണ്ട്. വലിയ ലീഡ് പോസിറ്റീവും ചെറിയ ലീഡ് നെഗറ്റീവും ആണ്. LED എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. LED വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ LEDയിൽ ഒരു ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്, പോസിറ്റീവും നെഗറ്റീവും. അപ്പോൾ ബാറ്ററി കണക്ട് ചെയ്തതുകൊണ്ട് ഇതിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ നെഗറ്റീവ് ഇലക്ട്രോൺസ് ഒരു ഡയറക്ഷനിലേക്ക് പോകും, അതായത് നെഗറ്റീവ് ഇലക്ട്രോൺസ് ബാറ്ററിയുടെ പോസിറ്റീവ് ഡയറക്ഷനിലേക്ക് പോകും. പോസിറ്റീവ് ആയ ഹോൾസ് നെഗറ്റീവ് ബാറ്ററിയുടെ നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് വരും. അപ്പം the hole exists at lower energy level than free electrons. Hole lower energy level ലാണ് ഇപ്പോൾ ഉള്ളത്. Free electrons higher energy level. Therefore when free electrons fall, it loses energy. അപ്പോൾ higher energy levelലുള്ള ഇലക്ട്രോൺസ് lower energy levelലേക്ക് വന്ന് ഹോളുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് അതിനുള്ള എനർജി അത് കളയും. അപ്പോൾ ആ എനർജി കളയുന്നത് ഒരു ഫോട്ടോണിന്റെ ഫോമിലാണ് അത് കളയുന്നത്. അപ്പൊ ആ ഫോട്ടോണ് നമുക്ക് ലൈറ്റ് തരും. The color of the light is determined by the fall of electron and hence energy level of photons. അപ്പൊ ഈ ഒരു എനർജി ലെവലിനും അതുപോലെ ഫോട്ടോണിനും ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ഓരോ LED-യിലും ഓരോ കളർ കിട്ടും. അപ്പോൾ LED-യിൽ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് റീകോമ്പിനേഷൻ ഓഫ് ഹോൾസ് ആൻഡ് ഇലക്ട്രോൺസ് കാരണമാണ് LED-യിൽ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു LED-യിൽ എന്തൊക്കെ ഉണ്ടാവും? ഒരു ട്രാൻസ്പെറന്റ് പ്ലാസ്റ്റിക് കേസ് ഉണ്ടാവും, പിന്നെ ടെർമിനൽ പിൻസ് ഉണ്ടാവും, ഒരു ഡയോഡ് ഉണ്ടാവും. ഡയോഡാണ് നമുക്ക് ലൈറ്റ് തരുന്നത്. ഹൗ ടു കണക്ട് LED? LED-നെ നമ്മൾ എങ്ങനെയാണ് കണക്ട് ചെയ്യുക? LED വർക്ക് ചെയ്യണമെങ്കിൽ 1.5 to 2.5 വോൾട്ട് വേണം, അതേപോലെ 10 mA കറണ്ട് വേണം. ടു പ്രിവെന്റ് ഓവർലോഡിംഗ് യൂസ് എ റെസിസ്റ്റർ ഓഫ് 470 ohm. നമുക്കിനി ഒരു കമ്പാരിസൺ നടത്താം. ഒരു ഇൻകാൻഡസെന്റ് ബൾബ് ഉണ്ട്, CFL ബൾബ് ഉണ്ട്, ഒരു LED ഉണ്ട്. ഇത് 60 watt ഇൻകാൻഡസെന്റ് ആണ്, ഇത് 14 watt CFL ആണ്, ഇത് 12 watt LED ആണ്. അപ്പൊ ഇതില് ലൈഫ് ടൈം സേവിംഗ് ആണ്. അതുപോലെ ഇത് മൂന്നും, ഇത് 60 watt, ഇത് 14 watt, ഇത് 12 volt, എല്ലാവർക്കും സെയിം ബ്രൈറ്റ്നെസ് ആണ്. ഇത് ഇയർലി ഓപ്പറേറ്റിംഗ് കോസ്റ്റ് $12.92 ആണ്. ഇത് $3 മാത്രം മതി. ഇതിന് $2.58 മാത്രമേ വേണ്ടുള്ളൂ. എനർജി യൂസേജ് ഇവിടെ 60 watts, ഇത് 14 watts, ഇത് 12 watts. ബ്രൈറ്റ്നസ് 800 lumens. Lifetime 750 hours.
the 10,000 hours if the 50,000 plus hours. അപ്പോൾ നമുക്കിപ്പോൾ യൂസ് ചെയ്യാൻ ഏറ്റവും നല്ലത് CFL-നെയും ഇൻകാൻഡസെന്റിനെയും കമ്പയർ ചെയ്യുന്ന സമയത്ത് LED ആണ് നമുക്ക് ഏറ്റവും നല്ലത്. ഇനി നമുക്ക് റെക്ടിഫയേഴ്സിനെ കുറിച്ച് പഠിക്കാം. റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് AC to DC കൺവേർഷന് വേണ്ടിയിട്ടാണ് നമ്മൾ റെക്ടിഫയർ ഉപയോഗിക്കുന്നത്. അപ്പോൾ റെക്ടിഫയറിൽ എന്തൊക്കെ ഉണ്ടാവും? ഒരു ട്രാൻസ്ഫോമർ ഉണ്ടാവും, ഒരു പവർ ട്രാൻസ്ഫോമർ ഉണ്ടാവും, പിന്നെ ഒരു റെക്ടിഫയർ ഉണ്ടാവും. അപ്പോൾ പവർ ട്രാൻസ്ഫോമർ നമ്മൾ ഫ്രീക്വൻസി സാധാരണ നമ്മൾ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത് സ്റ്റെപ്പ് അപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ, അതേപോലെ ഫ്രീക്വൻസിയിൽ വ്യത്യാസം വരുത്താണ് നമ്മൾ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 120 വോൾട്ട് RMSനെ നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ചെയ്തിട്ട് സ്റ്റെപ്പ് ഡൗൺ ചെയ്യും, വോൾട്ടേജിൽ വ്യത്യാസം ഉണ്ടാക്കും, വോൾട്ടേജ് കുറക്കും. എന്നിട്ട് ഒരു റെക്ടിഫയറിലൂടെ പോകുന്ന സമയത്ത് AC വോൾട്ടേജ് കംപ്ലീറ്റ് ആയിട്ട് DC വോൾട്ടേജ് ആയി മാറും. അപ്പോൾ ഇവിടെ റിപ്പിൾസ് ഉണ്ട്. DC വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ ആണ് വേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള റിപ്പിൾസിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിൽട്ടർ ചെയ്യും. അതിനുശേഷം നമ്മൾ വോൾട്ടേജ് റെഗുലേഷൻ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് AC കംപ്ലീറ്റ് ആയിട്ട് DC ആയിട്ട് കിട്ടും. അപ്പോൾ AC to DC കൺവേർഷന് വേണ്ടിയിട്ടാണ് നമ്മൾ rectifier circuit ഉപയോഗിക്കുന്നത്. One important application of rectifier is DC power supply. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ചാർജറുകളിലും DC power supplyകളിലൊക്കെ നമ്മൾ rectifier ഉപയോഗിക്കുന്നത്. നമ്മൾ നോക്കാം, സർക്യൂട്ട് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതൊരു ട്രാൻസ്ഫോമർ ആണ്. സ്റ്റെപ്പ് അപ്പ് ഇൻക്രീസ് ഓർ ഡിക്രീസ് RMS മാഗ്നിറ്റ്യൂഡ് ഓഫ് AC വേവ് വിയ പവർ ട്രാൻസ്ഫോമർ. അല്ലെങ്കിൽ സ്റ്റെപ്പ് അപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാനാണ് നമ്മൾ പവർ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത്. അടുത്തത് ഡയോഡ് റെക്ടിഫയർ കൺവേർട്സ് ഫുൾ വേവ് AC into ഹാഫ് വേവ് DC. ഫുൾ വേവ് ACനെ ഹാഫ് വേവ് DC ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെക്ടിഫയർ ഉപയോഗിക്കുന്നത്. അടുത്തത് ഫിൽറ്റർ എംപ്ലോയ്സ് ലോ പാസ് ഫിൽറ്റർ ടു റെഡ്യൂസ് വേവ് ആംപ്ലിറ്റ്യൂഡ് ബൈ 90%. റിപ്പൽസിനെ നമുക്ക് 90% കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിൽറ്റർ ഉപയോഗിക്കും. ഇത് നമ്മൾ ലോ പാസ് ഫിൽറ്റർ ആണ് ഉപയോഗിക്കുന്നത്. വോൾട്ടേജ് റെഗുലേറ്റർ എംപ്ലോയ് വോൾട്ടേജ് റെഗുലേറ്റർ ടു എലിമിനേറ്റ് റിപ്പൽ. അടുത്തത് സപ്ലൈ DC ലോഡ്. DC ലോഡിലേക്ക് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സപ്ലൈ ചെയ്യും. ഹാഫ് വേവ് റെക്ടിഫയർ. ഹാഫ് വേവ് റെക്ടിഫയർ യൂട്ടിലൈസ് ഓൺലി ആൾട്ടർനേറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് ദ ഇൻപുട്ട് സെൻസോർ. കോൺസ്റ്റന്റ് വോൾട്ടേജ് ഡ്രോപ്പ് മോഡൽ ഈസ് എംപ്ലോയ്ഡ്. ഇവിടെ നമ്മൾ ഇതൊരു ഹാഫ് വേവ് റെക്ടിഫയർ ആണ്. ഹാഫ് വേവ് റെക്ടിഫയറിൽ ഒരു ഡയോഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡയോഡ് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ മാത്രം ഇത് കണ്ടക്ട് ചെയ്യും. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് ഡയോഡ് റിവേഴ്സ് ബയാസ്ഡ് ആയിരിക്കും. അപ്പോൾ അത് കണ്ടക്ട് ചെയ്യില്ല. അപ്പോൾ നമുക്ക് പോസിറ്റീവ് സൈക്കിൾ മാത്രം കിട്ടും. അങ്ങനെയുള്ളതുകൊണ്ടാണ് ഇതിനെ ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയുന്നത്. ഒരു വേവിന്റെ ഹാഫ് പോർഷൻസ് മാത്രം നമുക്ക് കിട്ടുന്നതുകൊണ്ട് ഇതൊരു ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഫുൾ വേവ് റെക്ടിഫയർ. ഫുൾ വേവ് റെക്ടിഫയറിൽ നമ്മൾ രണ്ട് ഡയോഡ്സ് ഉപയോഗിക്കും. ഫുൾ വേവ് റെക്ടിഫയേഴ്സ് രണ്ട് തരത്തിലുണ്ട്. സെന്റർ ടാപ്ഡ് റെക്ടിഫയർ ഉണ്ട്, ബ്രിഡ്ജ് റെക്ടിഫയർ ഉണ്ട്. ഇവിടെ നമ്മൾ സെന്റർ ടാപ്ഡ് റെക്ടിഫയർ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സെന്റർ ടാപ്ഡ് റെക്ടിഫയറിൽ രണ്ട് ഡയോഡ് വേണം. നമ്മൾ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ സെന്റർ ടാപ്ഡ് ട്രാൻസ്ഫോമർ ആണ്. അതുകൊണ്ടാണ് ഇതിന് സെന്റർ ടാപ്ഡ് റെക്ടിഫയർ എന്നുള്ള പേര് വന്നത്. അപ്പോൾ ഇവിടെ ഒരു ഡയോഡ് ഉണ്ട്, ഇവിടെ ഒരു ഡയോഡ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ AC വേവ് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്കതിന്റെ DC വേവ് ഫോം ഫുൾ വേവ് DC വേവ് ആയിട്ട് കിട്ടും. അപ്പോൾ സെന്റർ ടാപ്പിംഗ് ഓഫ് ദ ട്രാൻസ്ഫോമർ അലോയിങ് റിവേഴ്സൽ ഓഫ് സർട്ടൻ കറന്റ്സ്. അപ്പം നെഗറ്റീവ് ആയിട്ടുള്ള കറന്റിനെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സെന്റർ ടാപ്ഡ് ട്രാൻസ്ഫോമർ സഹായിക്കുന്നു. സെന്റർ ടാപ്ഡ് റെക്ടിഫയറിന്റെ വർക്കിംഗ് നമുക്ക് നോക്കാം. സെന്റർ ടാപ്ഡ് റെക്ടിഫയറിൽ നമ്മൾ AC ലൈൻ വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും ആണെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള ഡയോഡിന് ഇവിടെ പോസിറ്റീവ് കിട്ടുകയും ഇത് ഫോർവേഡ് ബയാസ് ആവുകയും ഈ ലോഡിലൂടെ കറണ്ട് പാസ് ചെയ്യുകയും ചെയ്യും. കറണ്ട് പാസ് ചെയ്യുന്ന ഡയറക്ഷൻ ഇങ്ങനെയാണ് വരിക, ഇങ്ങനെ കറണ്ട് പാസ് ചെയ്യും. ഇതാണ് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ നടക്കുന്നത്. ഡയോഡ് ഈ ഒരു ഡയോഡ് D1 കണ്ടക്ട് ചെയ്യുകയും D2 ഓഫ് ആവുകയും ചെയ്യുന്നു. അപ്പോൾ when instantaneous source voltage is positive, D1 conducts, D2 block. D2 കണ്ടക്ട് ചെയ്യുന്നില്ല, D1 കറണ്ട് പാസ് ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്ത ഹാഫ് സൈക്കിളിൽ ഇവിടെ നെഗറ്റീവ് ആവുകയും ഇവിടെ പോസിറ്റീവ് ആവുകയും ചെയ്യും. ഇവിടെ നെഗറ്റീവ് ആവുന്ന സമയത്ത് D1
കണ്ടക്ട് ചെയ്യില്ല. ഇവിടെ പോസിറ്റീവ് ആകുന്ന സമയത്ത് D2 കണ്ടക്ട് ചെയ്യും. അപ്പൊ D2 കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കറണ്ട് പാസ് ചെയ്യും. D2 പോയിട്ട് ഇങ്ങനെ ലോഡിലൂടെ പോയിട്ട് ഇങ്ങനെ ഇവിടെ എത്തും. അപ്പൊ അങ്ങനെയാണ് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ കറണ്ട് പാസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇനി സെന്റർ ടാപ്ഡ് ട്രാൻസ്ഫോമറിനെ കുറിച്ച് പഠിക്കാം. സെന്റർ ടാപ്ഡ് ട്രാൻസ്ഫോമർ ഇങ്ങനെയാണ് ഉണ്ടാവുക. അല്ലെങ്കിൽ ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് 2 പിൻ ഉണ്ടാവും, ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടിയിട്ട് 3 പിൻ ഉണ്ടാവും. പിന്നെ ട്രാൻസ്ഫോമറിന്റെ വോൾട്ടേജ്, ഔട്ട്പുട്ട് വോൾട്ടേജ് VA = NA/NP × VP ആയിരിക്കും. VB = NP/NP × VP ആയിരിക്കും. ബ്രിഡ്ജ് റെക്ടിഫയർ. ഇനി അടുത്തൊരു ഫുൾ വേവ് റെക്ടിഫയർ എക്സാമ്പിൾ ആണ് ബ്രിഡ്ജ് റെക്ടിഫയർ. ബ്രിഡ്ജ് റെക്ടിഫയറിൽ നമ്മൾ 4 ഡയോഡ് കണക്ട് ചെയ്യുന്നുണ്ട്. D1, D2, D3, D4. അപ്പോൾ an alternative implementation of full wave rectifier is bridge rectifier does not require center tapped transformer 4 diodes instead of 2. ഇതിലുള്ള പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ സെന്റർ ടാപ്ഡ് ട്രാൻസ്ഫോമർ വേണ്ട. സാധാരണ നമ്മൾ ബ്രിഡ്ജ് റെക്ടിഫയർ ആണ് സാധാരണ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ബ്രിഡ്ജ് റെക്ടിഫയറിൽ നമ്മൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കൊടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? കറണ്ട് D1 പാസ് ചെയ്യും, അതേപോലെ ലോഡിലൂടെ പാസ് ചെയ്യും, D2 പാസ് ചെയ്യും, ഇത് തിരിച്ചു പോകും. അപ്പൊ നമുക്ക് ആദ്യം D1 പിന്നെ D2 എന്നിട്ട് തിരിച്ചു പോകും. അങ്ങനെയാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ when instantaneous source voltage is positive, D1 and D2 conducts while D3 and D4 block. ഇനി ഡയറക്ഷൻ മാറുന്ന സമയത്ത് ഇവിടെയാണ് പോസിറ്റീവ് ഉള്ളത്. അപ്പൊ ഇവിടെ പോസിറ്റീവ് ആവുന്ന സമയത്ത് D3 കണ്ടക്ട് ചെയ്യും, അതേപോലെ D4 കണ്ടക്ട് ചെയ്യും. D2ഉം D1ഉം ബ്ലോക്ക് ആയി നിൽക്കും. റെക്ടിഫയർ വിത്ത് ഫിൽറ്റർ കപ്പാസിറ്റർ. അപ്പോൾ നമ്മളിപ്പോ റെക്ടിഫൈ ചെയ്തിട്ട് നമുക്ക് റിപ്പൽസിനെ ഒഴിവാക്കണം. അതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ലോ പാസ് ഫിൽറ്റർ ആയ ഈ ഒരു കപ്പാസിറ്റർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കപ്പാസിറ്റർ നമ്മളിവിടെ കണക്ട് ചെയ്ത് കൊടുക്കും. അപ്പൊ നമുക്കത് റിപ്പിൾസ് ഒഴിവായിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു DC വേവ് ഫോം കിട്ടും. അപ്പൊ ഇതിൽ നമുക്ക് നോക്കാം, ഇതൊരു ഹാഫ് വേവ് റെക്ടിഫയർ ആണ്. ഹാഫ് വേവ് റെക്ടിഫയറിൽ ഈ ലോഡിന് അക്രോസ് ഒരു കപ്പാസിറ്റർ പാരലൽ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ളൊരു ഔട്ട്പുട്ട് വേവ് ഫോം കിട്ടും. നമ്മളിപ്പോ ഹാഫ് വേവ് പഠിച്ചു, ഫുൾ വേവ് റെക്ടിഫയർ പഠിച്ചു, അതുപോലെ ബ്രിഡ്ജ് റെക്ടിഫയർ പഠിച്ചു. ഇതിൽ നമ്മൾ ഹാഫ് വേവിലെ നമ്പർ ഓഫ് ഡയോഡ്സ് ഒരു ഡയോഡ്സ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഫുൾ വേവിലെ 2 എണ്ണം, ബ്രിഡ്ജിൽ 4 എണ്ണം. ആവറേജ് DC കറണ്ട് IM/π 2IM/π 2IM/π. Average DC voltage EM/π 2EM/π 2EM/π. RMS current IM/2 IM/√2 IM/√2. DC power output I² RL/π², 4/π² IM² RL. അതേപോലെ തന്നെയാണ് ബ്രിഡ്ജിലും. ഫുൾ വേവിലും ബ്രിഡ്ജിലും ഏകദേശം ഈ വാല്യൂസ് ഒക്കെ, ഡയോഡിന്റെ നമ്പർ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇതുവരെയുള്ള വാല്യൂസ് ഒക്കെ സെയിം ആണ്. അതേപോലെ AC പവർ ഇൻപുട്ട് ഇവിടെ I² RL + RF + RS /4 ആണ്, ഇവിടെ /2 ആണ്. റെക്ടിഫയർ എഫിഷ്യൻസി ഇവിടെ 40% ഉള്ളൂ, ഇവിടെ 81%, ഇവിടെയും 81%. അപ്പൊ ഹൈ എഫിഷ്യന്റ് ആയിട്ടുള്ളത് ഫുൾ വേവും ബ്രിഡ്ജും ആണ്. റിപ്പിൾ ഫാക്ടർ 1.21. അപ്പൊ ഇവിടെ റിപ്പിൾസ് കൂടുതലാണ്, ഇവിടെ റിപ്പിൾസ് കുറവാണ്. അതേപോലെ മാക്സിമം ലോഡ് കറണ്ട് ഇവിടെ EM/RS + RF + RL, EM/RS + RF/RL, ഇവിടെ EM/RS + 2RF + RL ഇങ്ങനെയാണ് വരുന്നത്. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് E ആണ്, ഇവിടെ 2E ആണ്, ഇവിടെ E ആണ്. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ലോഡിന് അക്രോസ് ഉണ്ടാകുന്ന വോൾട്ടേജ്. റിപ്പിൾ ഫ്രീക്വൻസി 50 Hz, 100 Hz, 100 Hz. ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഫാക്ടർ 0.2, 0.6, 0.8. നമുക്ക് ഏറ്റവും നല്ല റെക്ടിഫയർ വാല്യൂസ് ഒക്കെ നോക്കുന്ന സമയത്ത് ബ്രിഡ്ജ് റെക്ടിഫയർ ആണ് നമുക്ക് നല്ലത്. നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന റെക്ടിഫയറും ബ്രിഡ്ജ് റെക്ടിഫയർ ആണ്. ഇനി അടുത്തത് 5 volt പവർ സപ്ലൈ. ഇനി ഒരു റെക്ടിഫയർ നമ്മൾ പഠിച്ചു, ഫിൽറ്റർ പഠിച്ചു. ഇനി എങ്ങനെയാണ് ഒരു പവർ സപ്ലൈ ഉണ്ടാക്കുക എന്നാണ് പഠിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഒരു ട്രാൻസ്ഫോമർ എടുത്തു, ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് ഡൗൺ ചെയ്തു, അതിനുശേഷം ഫുൾ വേവ് റെക്ടിഫയർ എടുത്തു. ഫുൾ വേവ് റെക്ടിഫയറിന്റെ റിപ്പൽസ് ഒക്കെ നമ്മൾ കപ്പാസിറ്റർ ഫിൽറ്റർ ഉപയോഗിച്ചിട്ട്
റിപ്പിൾസിനെ ഒഴിവാക്കി. അപ്പോൾ ഇനി അതിനുശേഷം നമ്മൾ വോൾട്ടേജ് റെഗുലേറ്റർ ആണ് കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾ വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് 7805 IC ആണ് കൊടുത്തിട്ടുള്ളത്. 7805 ICന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 5 വോൾട്ട് ഔട്ട്പുട്ട് ആണ് തരിക. അപ്പോൾ നമ്മൾ ഈ ഒരു IC കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടുന്ന വോൾട്ടേജ് 5 വോൾട്ട് DC ഔട്ട് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ചാർജർ, ഒരു മൊബൈലിന്റെ ചാർജർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചാർജറിന്റെ ഉള്ളിലുള്ള ഒരു സർക്യൂട്ട് ഇതാണ് വരുന്നത്. ലീനിയർ പവർ സപ്ലൈ നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ വേറൊരു പവർ സപ്ലൈ ആണ് SMPS, സ്വിച്ച് മോഡ് പവർ സപ്ലൈ. ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകളിൽ കാണുന്ന ഒരു പവർ സപ്ലൈ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിലാണ് നമ്മൾ സാധാരണയായി സ്വിച്ച് മോഡ് പവർ സപ്ലൈ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് പേര് പോലെ തന്നെ ഇവിടെ ഒരു സ്വിച്ചിങ് നടക്കുന്നുണ്ട്. ലോ ഫ്രീക്വൻസിയിൽ നിന്ന് ഹയർ ഫ്രീക്വൻസിയിലേക്ക് സ്വിച്ചിങ് നടക്കുന്നതുകൊണ്ടാണ് ഇതിന് സ്വിച്ച് മോഡ് പവർ സപ്ലൈ എന്ന് പേര് പറയുന്നത്. സ്വിച്ച് മോഡ് പവർ സപ്ലൈ എന്ന് പറയുന്നത് പവർ സപ്ലൈ വിത്ത് സ്വിച്ചിങ് റെഗുലേറ്റർ ആണ്. അതുകൊണ്ടാണ് ഇതിന് സ്വിച്ച് മോഡ് പവർ സപ്ലൈ എന്ന് പറയുന്നത്. സാധാരണ പവർ സപ്ലൈ പോലെ തന്നെ ഇതിന്റെ ഇൻപുട്ട് 230 വോൾട്ട് AC തന്നെയാണ്. നമ്മുടെ നാട്ടിൽ നമുക്ക് കിട്ടുന്ന പവർ സപ്ലൈ എന്ന് പറയുന്നത് 230 വോൾട്ട് AC ആണ്. അത് തന്നെയാണ് നമ്മൾ ഇതിന് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഔട്ട്പുട്ട് നമുക്ക് ഡിഫറെന്റ് DC ലെവൽസ് തരും. +5, -5, +12, -12 തുടങ്ങിയ വോൾട്ടേജ് എല്ലാം നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് തരും. It is switched to have high frequency approximately. ഇതിന്റെ സ്വിച്ചിങ് എന്ന് പറയാൻ കാരണം ഇതിന്റെ ഫ്രീക്വൻസി സാധാരണ നമ്മുടെ 230 വോൾട്ട് AC എന്ന് പറയുന്നതിന്റെ ഫ്രീക്വൻസി 50 Hz ആണ്. അപ്പോൾ ഈ ഒരു 50 Hzനെ 10 to 100 kHz വരെ അത് സ്വിച്ച് ചെയ്ത് ഫ്രീക്വൻസി കൂട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിന് സ്വിച്ച് മോഡ് പവർ സപ്ലൈ എന്ന് പറയുന്നത്. ഇങ്ങനെ ഫ്രീക്വൻസി കൂട്ടി സ്വിച്ച് ചെയ്തതിന് ശേഷമാണ് അതിന്റെ 230 വോൾട്ട് എന്നുള്ളത് സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള വോൾട്ടേജ് ആക്കി മാറ്റുന്നത്. പിന്നെ ഇതിനുള്ള ഒരു പ്രത്യേകത സാധാരണ പവർ സപ്ലൈയിൽ കാണാത്തതുപോലെ ഇതിനൊരു ഫീഡ്ബാക്ക് മെക്കാനിസം ഉണ്ട്. ഈ ഫീഡ്ബാക്ക് മെക്കാനിസം ഉള്ളതുകൊണ്ട് വോൾട്ടേജിൽ വ്യത്യാസമില്ലാതെ വോൾട്ടേജ് എപ്പോഴും കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അപ്പം ഇതിൽ വേരിയേഷൻസ് ഒന്നും ഉണ്ടാവില്ല, കറക്റ്റ് വോൾട്ടേജ് നമുക്കിതിൽ കിട്ടും. അതാണ് SMPSന്റെ പ്രത്യേകത. ഇത് SMPSന്റെ ഒരു സ്കീമാറ്റിക് ബ്ലോക്ക് ഡയഗ്രാം ആണ് ഇവിടെ തന്നിട്ടുള്ളത്. സാധാരണ ഒരു പവർ സപ്ലൈയിൽ എന്തൊക്കെ ഉണ്ടാവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആദ്യം ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉണ്ടാവും, അതിനുശേഷം റെക്ടിഫയർ ഉണ്ടാവും, പിന്നെ ഫിൽറ്റർ ഉണ്ടാവും, പിന്നെ വോൾട്ടേജ് റെഗുലേറ്റർ ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ ആദ്യം ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് റെക്ടിഫയർ ഉണ്ടാവും. റെക്ടിഫയർ റെക്ടിഫൈ ചെയ്യും. റെക്ടിഫയർ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ AC വോൾട്ടേജിനെ DC വോൾട്ടേജ് ആക്കി മാറ്റും. അതിനുശേഷം അതിലുണ്ടാകുന്ന റിപ്പൽസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിൽറ്റർ സർക്യൂട്ട് കൊടുക്കും. അപ്പോൾ ഫിൽറ്റർ സർക്യൂട്ട് റിപ്പൽസിനൊക്കെ ഒഴിവാക്കി നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ള DC വോൾട്ടേജ് തരും. അതിനുശേഷം അത് നമ്മൾ ഇൻവേർട്ടറിലേക്ക് കൊടുക്കും. ഇൻവേർട്ടറിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെക്ടിഫയറിന്റെ നേരെ ഓപ്പോസിറ്റ് ഫംഗ്ഷനാണ് ഇൻവേർട്ടറിന്റെ. അത് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ DC വോൾട്ടേജ് ആണ് ഇട്ടിട്ടുള്ളത്. DC വോൾട്ടേജിനെ AC വോൾട്ടേജ് ആക്കി കൺവേർട്ട് ചെയ്യും. അതിനുശേഷം നമ്മൾ ട്രാൻസ്ഫോമറിലേക്ക് കൊടുക്കും. ട്രാൻസ്ഫോമർ എന്താ ചെയ്യുക, സ്റ്റെപ്പ് അപ്പ് ചെയ്യും, സ്റ്റെപ്പ് ഡൗൺ ചെയ്യും. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. ഇപ്പോൾ വോൾട്ടേജിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യും. നമുക്ക് എത്ര വോൾട്ടേജ് ആണ് ആവശ്യം അതിനനുസരിച്ച് സ്റ്റെപ്പ് ഡൗൺ ചെയ്യും. അപ്പോൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്തതിന് ശേഷം നമുക്കിപ്പോൾ ഇവിടെ ഉള്ളത് AC വോൾട്ടേജ് ആണ്. അതിനെ നമുക്ക് വീണ്ടും DC ആക്കാൻ വേണ്ടിയിട്ട് റെക്ടിഫയർ ഉണ്ട്, അതിനുശേഷം ഫിൽറ്റർ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ DC ഔട്ട്പുട്ട് കിട്ടും. ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഒരു സാധാരണ ഡയോഡല്ല, നോർമൽ ഡയോഡല്ല നമ്മളിവിടെ റെക്ടിഫയറിൽ കൊടുത്തിട്ടുള്ളത്. നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് ഷോർട്ട് കീ ഡയോഡാണ്. നമ്മളിവിടെ ഹൈ ഫ്രീക്വൻസി ആയതുകൊണ്ട്, ഹൈ ഫ്രീക്വൻസിയിൽ സ്വിച്ചിങ് നടക്കുന്നതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഷോർട്ട് കീ ഡയോഡ്സ് ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ കൺട്രോളിങ് ഓപ്പറേഷന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ഫീഡ്ബാക്ക് കൊടുക്കുന്നുണ്ട്. പവർ സപ്ലൈ ക്യാരക്ടറിസ്റ്റിക്സ്. പവർ സപ്ലൈന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ആദ്യത്തേത് വോൾട്ടേജ് ലെവൽ. The total maximum output of the power supply in watts. Typical power ranges are 200 watts to 500 watts. എത്രയാണ് അതിന് വോൾട്ടേജ്, അതിന്റെ വോൾട്ടേജ് ലെവൽ എത്രയാണ്? സാധാരണ 200 watts to 500 watts ആണ് വരല്. എഫിഷ്യൻസി യൂസ്ഫുൾ പവർ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇലക്ട്രിക്കൽ പവർ കൺസ്യൂം. അതാണ് ഇതിന്റെ എഫിഷ്യൻസി. റെഗുലേഷൻ. The ability of SMPS to maintain an output voltage within a specific limits under varying of the input voltage. ഇൻപുട്ട് വോൾട്ടേജിന്റെ വാരിയേഷൻ അനുസരിച്ച് ഔട്ട്പുട്ട് വോൾട്ടേജിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ, അതാണ് ഇതിന്റെ റെഗുലേഷൻ. Ripple, also called AC ripples or periodic and random deviations or simply noise. The power supply of course produces DC output from AC's input. നമ്മൾ AC input നമുക്ക് ഇങ്ങനെയാണ് ഉള്ളത്.
നമുക്ക് കിട്ടേണ്ടത് DC സ്റ്റഡി വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ AC നമ്മൾ DC യിലേക്ക് മാറ്റുമ്പോൾ IC-യിലുള്ള എത്ര നമ്മൾ ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാലും AC-ന്റെ ഒരു ചെറിയൊരു റിപ്പൾസ് ഉണ്ടാവും. അതിന് നമ്മൾ റിപ്പൾസ് എന്ന് പറയുന്നത്. Load regulation, sometimes called voltage load regulation. This specification refers to the ability of power supply to control the output voltage level. Line regulation, the complement of load regulation. This parameter describes the ability of power supply to control its output level. നമ്മൾ പഠിക്കുന്നത് പവർ സപ്ലൈ പ്രോബ്ലംസ് ആണ്. പവർ സപ്ലൈൻ്റെ പ്രോബ്ലംസ് ആദ്യം ഉള്ളത് ബ്ലാക്ക് ഔട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഇല്ലാത്ത അവസ്ഥ. അതാണ് ബ്ലാക്ക് ഔട്ട്സ്. ഒന്നെങ്കിൽ എന്തെങ്കിലും പവർ ലൈനിലുള്ള പ്രോബ്ലം കൊണ്ട് അല്ലെങ്കിൽ ആക്സിഡൻ്റൽ ഡാമേജ് അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് ബ്ലാക്ക് ഔട്ട്സ് ഉണ്ടാവുക. അപ്പോൾ പെട്ടെന്ന് കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടേഴ്സ് ഒക്കെ ഓപ്പൺ ആണെങ്കിൽ അത് ഷട്ട് ഡൗൺ ചെയ്യാൻ, ലോസ് ഓഫ് ഡാറ്റ, റിഡക്ഷൻ ഇൻ പ്രൊഡക്ടിവിറ്റി, കറപ്ഷൻ ഫയൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബ്രൗണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹൈ ലോഡ് ഐറ്റംസ് ആയ എയർ കണ്ടീഷണർ, വെൽഡിംഗ് മെഷീൻ ഇതൊക്കെ പ്രവർത്തിക്കുന്ന സമയത്ത് സ്വതവേ അവിടെയുള്ള വോൾട്ടേജിൽ ഒരു വ്യത്യാസം ഉണ്ടാവും. അതാണ് ബ്രൗണേഴ്സ് എന്ന് പറയുന്നത്. സർജ് എന്ന് പറയുന്നത് സ്മോൾ ഓവർ വോൾട്ട് കണ്ടീഷൻ. ഈ സ്മോൾ ഓവർ വോൾട്ടേജ് കണ്ടീഷൻ കുറച്ച് സമയത്തേക്ക് ഉണ്ടാവും. ഇതിനാണ് സർജ് കറണ്ട് എന്ന് പറയുന്നത്. സ്പൈക്ക് എന്ന് പറയുന്ന ലാർജ് ഓവർ വോൾട്ടേജ് കണ്ടീഷൻ ഇൻ എ മില്ലി സെക്കൻഡ്. അതും ഒരു പ്രശ്നമാണ്. സർജ് കറണ്ടും സ്പൈക്സും ഒക്കെ ഈ എക്യുപ്മെന്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ എക്യുപ്മെന്റ്സ് കേടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി നമ്മൾ സർഫസ് മൗണ്ട് ഡിവൈസസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. സാധാരണ ഇലക്ട്രോണിക്സിൽ നമ്മൾ കോമ്പണൻസ് ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന PCB ബോർഡിൽ കോമ്പണൻസ് ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതുപോലെയാണ്. ത്രൂ ഹോള് വഴിയാണ് നമ്മൾ ഇവർ തമ്മിലുള്ള ഇലക്ട്രിക്കൽ കണക്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഹോളുകളില്ലാതെ ഇങ്ങനെ സോൾഡർ ചെയ്ത് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതിനാണ് നമ്മൾ സർഫസ് മൗണ്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ സ്മോളർ പാർട്സ് ആണ്, ഡെൻസർ ലേ ഔട്ട് ആണ്, ചീപ്പർ PCBs മാത്രമേ ആവശ്യമുള്ളൂ, improved shock and vibration characteristics, improved frequency response, easier to shield from EMI or RFI, easier to automate manufacturing. SMD ടെക്നോളജിക്ക് അഡ്വാൻറ്റേജസ് ഉള്ളതുപോലെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ആദ്യത്തെ ഡിസഡ്വാൻറ്റേജ് മോർ ഹീറ്റ് ജനറേറ്റഡ്, സ്മോൾ ക്ലിയറൻസ് മേക്ക് ക്ലീനിങ് ഡിഫിക്കൽട്ട്. ചെറിയൊരു ക്ലിയറൻസിനെ നമ്മൾ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ക്ലീനിങ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ വിഷ്വൽ ഇൻസ്പെക്ഷൻ ഡിഫിക്കൽട്ട്, നമുക്കത് കണ്ടെത്താൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ടാവും. ഈ കണക്ഷൻസ് എവിടെയാണ് വിട്ടുപോയതെന്നൊക്കെ ഉള്ള കണ്ടെത്താൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണ്. അതുപോലെ ഗുഡ് ജോയിന്റ് ഫോർമേഷൻ ഇമ്പോർട്ടൻറ്റ് ഫോർ മെക്കാനിക്കൽ റിലയബിലിറ്റി ഓഫ് അസംബ്ലി, ഹാർഡർ ടു ഹാൻഡ് അസംബിൾ, ഗ്രേറ്റർ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ടു മാച്ച് CTs. ഹാൻഡ് അസംബിൾ ഹാർഡർ ആണ്. ഹാൻഡ് വെച്ചിട്ട് സാധാരണ ഒരു നോർമൽ ഒരു ടെക്നീഷ്യന് ഹാൻഡ് അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് റിപ്പയറിങ്ങിനും ഇങ്ങനെയുള്ള SMT ഡിവൈസസ് ബുദ്ധിമുട്ടാണ്. സർഫസ് മൗണ്ട് ഡിവൈസസ് സോൾഡറിങ്. ഈ ഒരു ഡിവൈസ് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ സോൾഡർ ചെയ്യുന്നത്. സോൾഡറിങ് ആയാണ് ദ മെയിൻ സോൾഡറിങ് ടൂള് യൂസ് ടു മെൽറ്റ് സോൾഡർ. Metal glue used to join together metal parts contain flux made of tin and copper, sometimes lead. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണ്, ടൂൾസ് ആണ്, ട്വീസേഴ്സ്, ക്ലിപ്പേഴ്സ്, പ്ലെയേഴ്സ്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് സ്പോഞ്ച്. യൂസ് ടു ക്ലീൻ ഓഫ് സോൾഡറിങ് iron tips, can be made of various materials, should be used every time before soldering a joints. Flux makes solder melt easier. Always use extra flux for rework. Solder wick. It is used to remove solder. Careful, it gets really hot. PCB, printed circuit board, comprised mainly of fiberglass and copper foil. Pads. These are the metal surfaces on the PCB that conducts electricity to the components. Leads. These are the pieces of metals coming out of the components. ഇതിനാണ് ലീഡ്സ് എന്ന് പറയുന്നത്. ഈ കോമ്പണന്റിന്റെ പുറത്തൂടെ വരുന്ന ഭാഗങ്ങൾ പീസസിനെയാണ് ലീഡ്സ് എന്ന് പറയുന്നത്. സേഫ്റ്റി ഗൂഗിൾസ്. നമ്മൾ സോൾഡർ ചെയ്യുന്ന സമയത്ത് നമ്മളെ കണ്ണിനെ നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഗൂഗിൾസ് നിർബന്ധമായും ധരിച്ചിട്ട് വേണം സോൾഡർ ചെയ്യാൻ വേണ്ടിയിട്ട്. വാട്ട് ഈസ് ഓക്സിഡേഷൻ? സാധാരണ നമ്മളൊരു മെറ്റൽ പാർട്ട് തുറന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? ഓക്സിഡേഷൻ സംഭവിക്കും.
അപ്പോൾ ഒരു തുരുമ്പ് പിടിക്കും. അപ്പോൾ നമ്മൾ ആദ്യം മെറ്റൽ പാർട്സ് എല്ലാം നമ്മൾ ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ സോൾഡർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് കോണ്ടാക്ട് ശരിയാവില്ല. പൊളാരിറ്റി നമ്മൾ പൊളാരിറ്റി കറക്റ്റ് ആക്കിയിട്ട് വേണം സോൾഡർ ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത ടോപ്പിക് സ്വിച്ചസ് ആണ്. സ്വിച്ചസ് സാധാരണ commonly used to control the on-off functions of a components and or a circuit. Also used to direct the current in an electric circuit. May also be used as a momentary contact switches. The term poles refers to the number of input circuits of the switch. The term throw refers to the number of output circuit of the switch. But please note, the term pole refers to the number of input circuit of the switch, and the term throw refers to the number of output circuit of the switch. Switches may be normally open or normally closed depending upon the application. May be used on either power or ground side of the circuit. Switches in classification: SPST switch, momentary switch, SPDT switch, ganged switch, mercury switch, electromagnetic switch. SPST switch, single pole. SP means single pole, single throw. SP single pole input and single throw output. A set of contact inside the switch opens or closes the circuit. About single input and a single output. The contactors carry the current load of the circuit when closed. ഇത് ക്ലോസ് ആവുന്ന സമയത്ത് ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യും. അതാണ് നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന SPST switch. The momentary switch, SPST type switch, single pole, single throw. Switch contacts are spring loaded. Contactors spring loaded ആയിരിക്കും. ഇവിടെ spring ഉണ്ടാവും. Closing the circuit requires overcoming spring pressure. അപ്പോൾ ഇത് ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു spring pressure കൊടുക്കണം. Circuit is opened by spring, switch is no. അപ്പോൾ ഈ ഒരു spring കൊണ്ടാണ് നമ്മൾ ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. SPDT switch, single pole double throw switch. For one input and two output, only one output is energized at a time. Contacts carry the current load of the circuit. അപ്പം ഇവിടെ നമ്മൾ വോൾട്ടേജ് കൊടുക്കുന്നുണ്ട്, ഇവിടെ ഒരു ഡിമ്മർ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡിമ്മർ സ്വിച്ചിന് നമുക്ക് രണ്ട് ഹൈ, ഇവിടെ ഹൈ ആക്കാം, അതുപോലെ ഇവിടെ ഹൈ ആക്കാം. അപ്പോൾ ഇത് സിംഗിൾ പോളാണ്, ഇൻപുട്ട് ഒന്നാണ്, ഔട്ട്പുട്ട് രണ്ടാണ്. നമുക്ക് ഇത് രണ്ടിനെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇവിടെ ഹൈ ആക്കി കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാം, ഇവിടെ ഹൈ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാം. Ganged switches contain multiple wipers that operate in a unison. Contacts may carry current load of circuit. Contacts may supply current to an electromagnetic switch. അപ്പോൾ ഇതിനാണ് ganged switch എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് കോണ്ടാക്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഓരോ കോണ്ടാക്ടേഴ്സിനെ നമുക്ക് ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇങ്ങനെയുള്ളതാണ് ganged switches. Mercury switches, SPST switch uses mercury as the conductor for the contactors. Accurate mounting of mercury switches is essential to proper operation used on ground side of circuit. Electromagnetic switch, also called as relay, uses a small amount of current to control a high amperage circuit. High amperage ഉള്ള ഒരു സർക്യൂട്ടിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ amount of current ഇതിലൂടെ ഫ്ലോ ചെയ്യണം. Relays are normally open type circuits, often controlled by low amperage switch circuit. The electromagnetic induction എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സ്വിച്ച് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിലൂടെ കറണ്ട്, സ്മോൾ എമൗണ്ട് ഓഫ് കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടാവുകയും അത് സ്വിച്ചിനെ അട്രാക്ട് ചെയ്യും, അങ്ങനെ സ്വിച്ച് ഓൺ ആവുകയും ചെയ്യുന്നത്. An electromagnetic switch in a horn circuit. ഇത് റിലേ ആണ്. ഇപ്പോൾ റിലേ എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് സ്വിച്ച് ആണ്. ഇപ്പോൾ കറണ്ട് പോകുന്ന സമയത്ത്, കറണ്ട് ഉണ്ടാവുന്ന സമയത്ത് സ്മോൾ എമൗണ്ട് ഓഫ് കറണ്ട് വേണം. അപ്പോൾ കറണ്ട് ഇതിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഇതിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടാവും. അപ്പോൾ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടാകുന്ന സമയത്ത് ഇതിനെ അട്രാക്ട് ചെയ്യും. അങ്ങനെയാണ് ഇതിന് സ്വിച്ച് വർക്ക് ചെയ്യുന്നത്.